ഒരു സിമ്പിൾ ഡസ്റ്റ് ഡക്ക കണ്ടാലോ? ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് ബഡ്സും പിന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കും മാത്രം മതി. ബഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാവർത്തെ ഈ ബഡ്സ് ഇച്ചിരി പ്രശ്നക്കാരനാണെന്ന് ഈ അടുത്താണ് ഞാൻ അറിയണേ. ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 6-7 മാസം മുമ്പ്. സംഭവമൊന്നുമില്ല, കുറച്ച് നാൾ മുമ്പ്, അതായത് ഈ 6-7 മാസം മുമ്പ് എൻ്റെ ഒരു ചെവി അടഞ്ഞു. ഡോക്ടറെ പോയി കണ്ടപ്പോൾ ആൾ ആദ്യം ചോദിച്ചത് ബഡ്സ് ഉപയോഗിക്കാറുണ്ടോയെന്നാണ്. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ എന്ന് പറഞ്ഞ് ആൾ എൻ്റെ അടുത്ത് ചൂടായി. സത്യം പറഞ്ഞാൽ ഞാൻ വീക്ക്ലി ഒക്കെ ബഡ്സ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടറുടെ കലിപ്പ് കണ്ടിട്ട് കൂടുതലൊന്നും ചോദിക്കാണ്ട് ആൾ തന്ന ഇയർ ഡ്രോപ്സും ഒഴിച്ച് ഞാൻ കാത്തിരുന്നു. എന്തിന്? ചെവി തുറക്കാനായിട്ട്. അത് വല്ലാത്തൊരു കാത്തിരിപ്പായിരുന്നു കേട്ടോ. അടഞ്ഞ ചെവി തുറന്നില്ല എന്ന് മാത്രമല്ല, മറ്റേതും കൂടി അടഞ്ഞു. ഈ TV നമ്മൾ മ്യൂട്ട് ചെയ്ത് കാണാമെന്ന് വെക്കുക, അങ്ങനായ എൻ്റെ അവസ്ഥ. പോരാത്തതിന് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കില്ലേ, അത്ര വോളിയായി എൻ്റെ സൗണ്ടിന്. ലാസ്റ്റ് വീട്ടുകാർക്ക് തന്നെ എന്നെ സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഒരു പ്രോപ്പർ ENTനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ആ ഡോക്ടറാണ് എനിക്ക് പറഞ്ഞു തന്നത് ഈ ബഡ്സ് ശരിക്കും ചെവിക്ക് നല്ലതല്ലാത്രേ. നമ്മുടെ ചെവിയിലുള്ള ഇയർ വാക്സിനെ അത് കൂടുതൽ ഉള്ളിലേക്ക് പുഷ് ചെയ്യുന്നു. ലാസ്റ്റ് അത് സ്റ്റക്കായി എൻ്റെ പോലെ ചെവി അടയുന്നു. എനിക്കിത് ഒരു പുതിയ അറിവായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ്? എന്നെപ്പോലെ തന്നെയാണോ അതോ ഓൾറെഡി അറിയാമായിരുന്നോ? ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്സ്. എന്തായാലും പിന്നെ വീട്ടിലാരും ബഡ്സ് തൊടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഈ ബഡ്സ് ആക്ച്വലി എന്തിനാവല്ലേ ഉണ്ടാക്കിയത്? ഡോണ്ട് വെറി, നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാലോ. സംഭവം നിങ്ങൾ കണ്ടില്ലേ, ബഡ്സ് എടുക്കുക, കട്ട് ചെയ്യുക, ഫ്ലവർ സെറ്റാക്കുക. ഇനി നമുക്ക് അത് വെക്കാനായിട്ടൊരു ബേസ് സെറ്റാക്കണം. അതിന് ബോട്ടിലിൻ്റെ 2 ക്യാപ്പ് എടുക്കുക, ഗ്ലൂ ഇറ്റ് ടുഗെദർ. പിന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക, ഒടിക്കുക, അത് ലെവലാക്കിയതിന് ശേഷം ഒട്ടിക്കുക. ഈ ഗ്ലൂഗൺ ഇല്ലെങ്കിലും ടിഷ്യൂ ഫെവിക്കോൾ ഡിപ്പ് ചെയ്തിട്ട് ഒട്ടിച്ചാലും മതി കേട്ടോ. പിന്നെ കുറച്ച് ക്ലേ എടുക്കാം. യൂസ് ചെയ്യാത്ത പഴയ ക്ലേ ആയാലും കുഴപ്പമില്ല, ഉള്ളിൽ വെക്കണമല്ലേ, ആരും കാണില്ല. ഫ്ലവേഴ്സ് എടുക്കുക, ഓരോന്നും നമ്മുടെ പോട്ടിൽ ഇറക്കി വയ്ക്കുക. ഇത്ര ഉള്ള സംഭവം. ഇനി വേണമെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിന് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാം. ബഡ്സിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്ത് ഫ്ലവറിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറ്റം വരുത്താം. ഇനി കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ പോട്ടിന് ഇഷ്ടമുള്ള കളർ അടിക്കാം, സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഈ ക്യൂട്ടായിട്ട് ലവ് ഇല്ലേ അതൊക്കെ വരയ്ക്കാം. പിന്നെ ഞാനിനി കൂടുതൽ അലങ്കരിച്ച് അത് കൊളാക്കണില്ല. അപ്പോൾ സംഭവം എങ്ങനെ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.